ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കോച്ചായ അന്റോണിയോ ലോപ്പസ് ഹെബ്ബാസുമായിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമാണ്. സോ ആദ്യം തന്നെ നമുക്ക് അന്റോണിയോ ലോപ്പസ് ഹെബ്ബാസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് തന്നെ കവർ ചെയ്യാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ISLനെ ഏറ്റവും മികച്ച കോച്ച് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇപ്പോൾ അത് അന്റോണിയോ ലോപ്പസ് ഹെബ്ബാസ് ആണ്. ISLൻ്റെ വളർച്ച കണ്ടൊരു കോച്ച് എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹം ആദ്യത്തെ സീസൺ തൊട്ട് ISLൻ്റെ ഭാഗമായിരുന്നു, ആദ്യത്തെ മാച്ച് തൊട്ട് അദ്ദേഹം ഭാഗമായിരുന്നു. അതായത് ആദ്യത്തെ മാച്ച് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും മുംബൈ സിറ്റി FC തമ്മിലുള്ള മാച്ചാണ്. സോ ആ ഒരു സമയത്ത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ മാനേജർ അല്ലെങ്കിൽ കോച്ച് എന്ന് പറയുന്നത് ഹെബ്ബാസ് ആയിരുന്നു. ISLൻ്റെ ആദ്യത്തെ മാച്ച് വിജയിച്ചത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്. അന്ന് അവരുടെ കോച്ചായത് നമ്മുടെ ഹെബ്ബാസുമാണ്. എന്തായാലും ആദ്യത്തെ കിരീടം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്, അന്ന് അവരുടെ കോച്ച് ഹെബ്ബാസ്. അദ്ദേഹം പിന്നെയും വന്നു, കിരീടങ്ങൾ നേടുന്നു. എന്തായാലും ഒരു വേറെ ലെവൽ കോച്ച് എന്ന് തന്നെ നമുക്ക് ഹെബ്ബാസിനെ പറയണം. എന്തായാലും ഹെബ്ബാസും വിട പറയാൻ പോവുകയാണ്. നമുക്കറിയാം ഫൈനൽ നടക്കാൻ പോവുകയാണ്, മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിലുള്ള. എന്തായാലും ആ ഒരു മാച്ച് കഴിയുന്നതോടെ ഹെബ്ബാസ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ അവസാനിപ്പിക്കുക. അതായത് അദ്ദേഹം ഇന്ത്യയിൽ ഏത് മാച്ചിൽ തുടങ്ങിയോ ആ ഒരു മാച്ച് വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുകയാണ്. അന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണെങ്കിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, അതേ ഉള്ളൂ ആകെ ഒരു വ്യത്യാസം. പിന്നെ പ്ലേസ് കുറച്ച് മാറി, അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അന്നും സാഡ് ലേക്കിലായിരുന്നു ആദ്യത്തെ മത്സരം നടന്നത്, ഇന്നും സാഡ് ലേക്കിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. സോ ഒരു ഹിസ്റ്റോറിക് വൈൻഡപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ ഹെബ്ബാസിൻ്റെ കാര്യത്തിൽ പറയാം. അതോടുകൂടി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, അതായത് നമ്മൾ കേട്ട റൂമറാണ്, അതായത് ഇപ്രാവശ്യം പ്ലേ ഓഫിൽ കയറിയ ടീമുകളുടെ ഏതെങ്കിലും ഒരു കോച്ച് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ട് അടുത്ത സീസൺ വരാനുള്ള സാധ്യതകളുണ്ടെന്ന്. എന്തായാലും ഹെബ്ബാസ് പോവുകയാണ്. സോ ഹെബ്ബാസ് ആവാൻ ഇപ്പോൾ ഒരു ചാൻസും ഇല്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഇന്ത്യ കുവൈറ്റിൽ നേരിടാൻ പോവുകയാണ് ഈ ഒരു ജൂണിൽ. സോ അതുകൊണ്ട് തന്നെ വലിയൊരു ട്രെയിനിങ് ക്യാമ്പ് തന്നെ ഇന്ത്യൻ സ്ക്വാഡിന് കിട്ടും. എന്തായാലും ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ 3 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഒന്ന് വിപിൻ മോഹൻ, ജീക്സൺ സിംഗ്, അതുപോലെ തന്നെ KP രാഹുൽ. ഞാൻ വളരെയധികം ഹാപ്പിയായി വിപിൻ മോഹൻ്റെ പേര് അതിലുള്ളതുകൊണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് വെച്ച് ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാർ ഒരാളാണ് വിപിൻ മോഹൻ. എന്തായാലും വിപിനെ ഫൈനൽ സ്കോഡിലേക്ക് ഉറപ്പായിട്ട് എടുത്തിരിക്കണം. പിന്നെ ജീക്സനെ എന്തായാലും എടുത്തിരിക്കും, അദ്ദേഹത്തിന് ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ രാഹുലിൻ്റെ കാര്യം അറിയില്ല, കാരണം അദ്ദേഹം ഈ സീസണിൽ ഭയങ്കര ഫോം ഔട്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.